ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആദിപിതാവായ ആദം, ഹൗവ നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോൾ ആ പാപം ക്രിസ്തുവിൻ്റെ രക്തം എങ്ങനെ അതിന് പരിഹാരമാകും? അല്ലെങ്കിൽ ഈ പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തു ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ പാപത്തിൻ്റെ ഉത്തരവാദിത്തം ക്രിസ്തുവിൻ്റെ തലയിൽ വന്നു കയറിയത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പാപത്തിൻ്റെ ഉത്തരവാദിത്തം എങ്ങനെ ക്രിസ്തുവിൽ വന്നു ചേർന്നു എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വാക്യം വായിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിച്ചിരിക്കണം. വായിച്ചോളുക. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. അതായത് എൻ്റെ ശരീരത്തിൽ, എനിക്ക് ശരീരമുണ്ട്, നിങ്ങൾക്ക് ശരീരമുണ്ട്. ശരീരത്തിനകത്ത് മാംസമുണ്ട്. ഈ മാംസത്തിൻ്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. ഈ മാംസത്തിൻ്റെ ജീവൻ ഇരിക്കുന്ന രക്തത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം പറയുന്നു. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്. യാഗപീഠത്തിൽ നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം വരുത്തുവാൻ അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. രക്തമാണ് ഒരാളുടെ ജീവന് വേണ്ടി പരിഹാരം വരുത്തുന്നത്. അതായത് ഈ ജീവന് പരിഹാരം വരണമെങ്കിൽ രക്തം ചൊരിയണം. ഈ ഗൾഫിലൊക്കെ ഒരാളെ കൊന്നാൽ അയാളെ വീണ്ടെടുക്കാൻ ബ്ലഡ് മണി കൊടുക്കുക എന്നൊരു, രക്തത്തിൻ്റെ പണം കൊടുക്കുക എന്നൊരു സംവിധാനമുണ്ട്. ഈടെയൊക്കെ നമ്മൾ കണ്ടില്ലേ, 5 കോടി 50 കോടിയൊക്കെ രക്തത്തിൻ്റെ പണം കൊടുത്ത് ആളുകളെ മോചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പരിഹാരം വരണമെങ്കിൽ രക്തം ചിന്തിയാലേ പരിഹാരം വരുള്ളൂ. അപ്പോൾ ചോദ്യം, യേശു എങ്ങനെ ഇതിനകത്ത് ഉത്തരവാദിയായി, യേശു എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ കൃത്യമായിട്ട് കൊളോസ് ലേഖനത്തിൽ 1:15 വായിക്കണം. ഈ കൊളോസ് ലേഖനത്തിനകത്ത് ഒത്തിരി മർമ്മങ്ങളുള്ള ആഴമുള്ള ഒരു ലേഖനമാണ്. 1:15, 16, 17 വായിച്ചേ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്ന ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയെന്ന. ഇനിയിപ്പോൾ പ്രതിമ ഉണ്ടാക്കാൻ ഒരു വാചനമായിട്ട് ചിലപ്പോൾ അതിനെ പിടിക്കണ്ട. സത്യമായിട്ട് എഴുതിയേക്കുന്നത് അതിൻ്റെ ആ തർജ്ജമയ്ക്കകത്ത് വന്ന മിസ്റ്റേക്കാണ്. അവൻ, ക്രിസ്തു, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും. അവിടെയും രൂപമുണ്ട്, അതുകൊണ്ട് വെച്ച് രൂപം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കരുത്. സകല സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകലവും, സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൂല കാരണം ആരാ? ക്രിസ്തുവാണ്. അവിടുന്ന് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയെല്ലാം നടക്കുന്നതിന് മുമ്പുള്ളവൻ. അവിടുന്ന് സകലത്തിനും അവിടുന്ന് ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെയൊക്കെ ആധാരം ക്രിസ്തുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം മൂല കാരണം ക്രിസ്തുവാണ്. അപ്പോൾ ഈ മൂല കാരണം ക്രിസ്തുവായതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 2:7 വായിച്ചേ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ആ ജീവനുള്ള ദേഹിയായെന്നുള്ളത് വെട്ടിക്കളഞ്ഞേക്കണം. അവിടെ ജീവാത്മാവായി എഴുതി വെച്ചാലേ ഇതൊക്കെയുള്ളൂ. ജീവാത്മാവായി മാറി. അപ്പോൾ ഈ ജീവാത്മാവായി ഈ മനുഷ്യനെ മാറ്റിയതാരാ? യേശു ക്രിസ്തു. ജീവാത്മാവായി മനുഷ്യനെ മാറ്റിയവനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. ഒക്കത്തില്ലല്ലോ. ഒരു ഉദാഹരണം പറയാം, കുറച്ചൊക്കെ ഒക്കും. ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? അതിൻ്റെ കമ്പനിക്കാരന്. ഒരു കാറ് നിർമ്മിച്ച അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? അതിൻ്റെ കമ്പനിക്കാരന്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പിള്ളേരോട് വഴക്കുണ്ടാക്കിയ ഉത്തരവാദിത്തം ആർക്കാ? നമുക്ക്.
നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഭക്ഷണം കഴിച്ച് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? നമുക്ക്. നമ്മളൊരു ഹോട്ടൽ നടത്തി അവിടെ പക്ഷി വിഷബാധ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? നമുക്ക്. എന്ന് പറഞ്ഞ പോലെ ഇവനെ ഊതി കയറ്റുതാരാ? ക്രിസ്തു. അതുകൊണ്ട് ഉത്തരവാദിത്വം അങ്ങേരുടെ തലേ വന്നു. സംഭവം ക്ലിയർ ആയല്ലോ. ആദാമിൻ്റെ ജീവൻ ഇരിക്കുന്നത് ആദാമിൻ്റെ രക്തത്തിലാണ്. ആദാമിൻ്റെ ഈ രക്തത്തിലാണ് ക്രിസ്തു വസിക്കുന്നത്. അതുകൊണ്ട് ആ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ രക്തത്തിൽ വസിച്ചിരുന്ന, അല്ലെങ്കിൽ രക്തം കൊടുത്ത, ജീവൻ കൊടുത്ത, ഈ രക്തം തന്നെയാണ് ജീവൻ, ജീവൻ തന്നെയാണ് രക്തം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ പോയാൽ ആൾ മരിച്ചു പോകും. അപ്പം ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. അപ്പോൾ ആദത്തിന് ജീവൻ കൊടുത്തത് മണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഊതി കയറ്റിയവൻ ഇതിൻ്റെ ഉത്തരവാദിത്തം വന്നുപോയി. അവസാനം ഞാനൊരു കൃത്യമായി മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമുക്ക് ഈ ജീവൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രക്തം ഇതിനകത്തൂടെ കിടന്ന് ഓടുന്നതുകൊണ്ടാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. സകലതും ചെയ്യുന്നത് ജീവനാണ്. അർത്ഥാൽ ക്രിസ്തുവാണ്, രക്തമാണ്, ക്രിസ്തുവാണ്, ക്രിസ്തുവാണ്, രക്തമാണ്. അങ്ങനെ ഒരു പാവവും ചെയ്യാത്തവൻ്റെ മേലെ ഇതിൻ്റെ ഉത്തരവാദിത്തം വന്നു. ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു കാറുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. കാറിൻ്റെ പേരും, എനിക്കൊരു കാറുണ്ട്, കാറിൻ്റെ രജിസ്റ്റേർഡ് ഓണറും ഞാനാണ്. എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ട് ഈ കാറ് ഒരു ദിവസത്തേക്ക് ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു, അല്ലെ ഒരാഴ്ചത്തേനൊന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു. അവൻ ഈ കാറും കൊണ്ട് പോയി. അവൻ അങ്ങോട്ട് പോയ വഴിക്ക് അവനും അവൻ്റെ സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്ന് മദ്യപിച്ചു. മദ്യപാനം എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് തന്നെ ലൈസൻസ് ഇല്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ, ലൈസൻസ് ഇല്ലെന്നുള്ളത് അവനും അറിയത്തില്ലായിരുന്നു, കയ്യിലോട്ട് ഈ കാറ് കൊടുത്തു. കാറ് റോഡിൽ കൂടെ ഭയങ്കര സ്പീഡിൽ പോയി. സ്കൂൾ കുട്ടികളുടെ ഇടയ്ക്കോട്ട് ഓടിക്കയറി 5-6 കുട്ടികളും മരിച്ചെന്ന് വെച്ചു. ഇവന്മാർ ആ കാർ അവിടുന്ന് വിട്ട് എവിടെയെങ്കിലും വിജനമായ സ്ഥലത്ത് കൊണ്ട് കാർ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടു പോയാൽ ഇവന്മാരാണോ പ്രതി? ആരും കണ്ടില്ലെങ്കിൽ, കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പ്രതി ആരാ? രജിസ്റ്റേർഡ് ഓണർ എന്ന് പറഞ്ഞാൽ ഞാൻ. മനുഷ്യൻ്റെ രജിസ്റ്റേർഡ് ഓണർ ദൈവമായതുകൊണ്ടും മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ടും അവൻ്റെ ജീവനും എല്ലാത്തിനും ആധാരം ക്രിസ്തു ആയതുകൊണ്ടും കുറ്റം ചെയ്യാത്ത ക്രിസ്തുവിൻ്റെ തലയിൽ ഈ കുറ്റം വന്നു. അങ്ങനെ ഉത്തരവാദിത്തം ക്രിസ്തുവിൻ്റെ തലയിൽ വന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നു. ഈ ഭക്ഷണം കഴിക്കേണ്ടെന്ന് ഒരിക്കലും എൻ്റെ ജീവൻ എന്നോട് പറയുകയില്ല. മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ ആദത്തിൻ്റെ ജീവൻ ക്രിസ്തു. അധികാരമെല്ലാം ആദത്തിന് കൊടുത്തു. ആദത്തിൻ്റെ ഭാര്യ ഭക്ഷണം കൊണ്ട് വന്നു. ആ ഭക്ഷണം കഴിക്കണ്ട എന്നൊരിക്കലും ജീവൻ പറയുകയില്ല. പക്ഷേ വേറൊരു കാര്യം, ഇത് കൃത്യമായി വിവേചിക്കേണ്ട ഒരു ഉത്തരവാദിത്തം. അന്ന് ഭക്ഷണം പാചകം ചെയ്തൊന്നും അല്ല കഴിക്കുന്നത്. സാധാരണ കഴിക്കാത്ത ഒരു പഴമായിട്ട് വന്നപ്പോൾ അത് കൃത്യമായിട്ട് ആദ്യം തന്നെ അത് വിവേചിക്കേണ്ട ഉത്തരവാദിത്തം ഹൗവയ്ക്കുണ്ടായിരുന്നു. കാരണം അധികാരം ഉണ്ടായിരുന്നു. ആദത്തിനും അത് വിവേചിക്കേണ്ട അധികാരം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അത് ചെയ്യാതെ വന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബുദ്ധി ഹയർ പർച്ചേസ് ചെയ്തു. ഈ ഹൗവയ്ക്ക് സാത്താനുമായിട്ടുള്ള അത് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല. ഹൗവ സാത്താനുമായിട്ട് നമ്മൾ ബുദ്ധി ചിന്തിക്കുവാണെങ്കിൽ ദിവസങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ നീളുന്ന ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബന്ധം വന്നതുകൊണ്ടാണ്, ഇവർ തമ്മിൽ ചർച്ച വന്നതുകൊണ്ടാണ്, ഈ ഹൗവായ്ക്ക് സാത്താനിൽ ഒരു വിശ്വാസം വന്നതുകൊണ്ടാണ് സാത്താൻ ഈ വിഷയം എടുത്തിട്ടത്. ഈ വിഷയം എടുത്തിരുന്നതിന് ഇപ്പുറം തന്നെ ഇവരെ ആ തോട്ടത്തിൽ ഏൽപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, തോട്ടം കാപ്പാനും കാക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ കാക്കേണ്ട എന്തോ ഒരു കാര്യം ദൈവം ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ദൈവം പറഞ്ഞു ഇത് തിന്നരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോട്ടം കാക്കണമെന്നും കാവൽ ചെയ്യണമെങ്കിൽ ഒരു മോഷ്ടാവ് അവിടെ ഉണ്ട്, അത് മനസ്സിലാക്കണമായിരുന്നു. അധികാരവും കൊടുത്തു. അധികാരം ചുമ്മാ ലോക്കൽ അധികാരമല്ല കൊടുത്ത, സകലത്തിൻ്റെ മേലുള്ള അധികാരവും കൊടുത്തു. കാക്കണമെന്നും പറഞ്ഞു, ഇന്നത് കഴിക്കരുതെന്നും പറഞ്ഞു. പക്ഷേ ഇതിനപ്പുറത്തൊരു ബന്ധം ഇവൾ ഉണ്ടാക്കിയെടുത്തു. ഇന്നും അത് തന്നെയാണ് പ്രശ്നം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് പറയട്ടെ, എന്നെ ശ്രമിക്കുന്നവരോടും പറയട്ടെ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയില്ലെന്ന് ഉറപ്പുള്ളവരോട് നമ്മളൊന്നും പറയാൻ പോകണ്ട. നമ്മളെക്കാളും പണ്ഡിതരാണെങ്കിൽ അവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അവരോട് നമ്മൾ പറയാൻ പോകണ്ട. അവർ കൊണ്ട് പഠിക്കട്ടെന്ന് വെച്ചാൽ മതി. അവരെന്നേലും കൊണ്ട് പഠിച്ചോളും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കൊള്ളാൻ നടക്കുന്നവൻ കൊണ്ടേ പഠിക്കൂ. നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല.
നമ്മൾ പറയാം ഇന്നത് കേൾക്കരുത്, എന്നാലും കേട്ടേ പറ്റുള്ളൂ. നമ്മൾ പറയാം ഇന്നത് ശരിയല്ല, എന്നാലും അത് ശരിയാക്കിയേ പറ്റുള്ളൂ. നമ്മൾ പറയാം ഇന്നത് തെറ്റാണ്, എന്നാലും അത് ശരിയാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവനോട് സംസാരിക്കാൻ പോണ്ട. എന്നെ സംബന്ധിച്ചും എനിക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത് പിടികിട്ടിയത്. പറ്റുകയില്ലാത്ത കേസ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ അവർ ഗ്രഹിക്കുകയില്ല, കാരണം അവർ നീതിമാന്മാരായിപ്പോയി. അതുപോലെ കൂടിപ്പോകുന്നവരോട് നമ്മൾ പറഞ്ഞാൽ നിൽക്കുകയില്ല. അപ്പം ഈ ഹൗവയും സാത്താനും തമ്മിൽ ഒരു ഡീപ്പ് ബന്ധം വന്നതുകൊണ്ട് സാത്താൻ എന്നാ കാണിച്ചു, ഈ ഹൗവയുടെ ബുദ്ധി അങ്ങ് ഹയർ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഫൈനാൻസ് ഇടുന്നത് പോലെ അവൻ പേപ്പറെല്ലാം എഴുതി മേടിച്ചു. അധികാരം ഉള്ളതുകൊണ്ടും ക്രിസ്തു അധികാരം ഇവർക്ക് കൊടുത്തിരുന്നത് കൊണ്ടും ക്രിസ്തു അതിനകത്ത് ഇടപെട്ടുമില്ല. അപ്പോൾ സംഭവിച്ചതെന്നു വെച്ചാൽ ഈ പാപവുമായി ജീവാത്മാവിന് ബന്ധമില്ലാത്തത് കൊണ്ട് ഈ പഴം അങ്ങോട്ട് കയറുന്ന ജീവാത്മാവ് വെളിപ്പോയി, ജീവൻ അവിടെ നിന്നു, ആത്മാവ് വെളിപ്പോയി. ദൈവത്തിന് പാപമായിട്ട് ബന്ധമില്ല. അകത്ത് വിശ്രമിച്ചിരുന്ന ക്രിസ്തു ഈ പാപം അകത്തോട്ട് കയറിയപ്പോഴേ വെളിച്ചടി. അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, അങ്ങനെ അകത്ത് വിശ്രമിച്ചാൽ പുറത്ത് പിന്നെ വന്നതാരാന്ന്? പുറത്ത് വന്നത് പിതാവാണ്, യഹോവയെന്ന് തന്നെ എഴുതിയേക്കുന്നത്. കൊളോസ് ലേഖനം ചേർത്ത് വായിക്കുമ്പോൾ അകത്ത് വസിച്ചത് ക്രിസ്തുവും പുറത്ത് വന്നത് പിതാവുമാണ്. അപ്പോൾ പാപവുമായി ബന്ധമില്ലാത്തതിനാൽ ക്രിസ്തു പുറത്തു പോയി, മനുഷ്യൻ ജീവൻ മാത്രമായി മാറി. അങ്ങനെ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി വളരെ പെട്ടെന്നൊരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം എടുത്ത് 5-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ആകയാൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ശക്തിയുള്ള ഭുജത്തിന് കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. അർത്ഥം എന്താ? ആരെങ്കിലും നിങ്ങളോട് ദൈവവചനം പറയാൻ തുടങ്ങുകയാണെങ്കിൽ അത് വചനത്തിലുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാതെ നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ പോകരുത്. എന്ന് വെക്കുന്നതിനിപ്പുറം യേശു ആണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. അടുത്തത്, ദൈവം നിങ്ങൾക്കായി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ ഭരമേൽപ്പിക്കുവിൻ. ഈ ആകുലം ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ പിന്നെ ഇത് ഞൊതം നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കണം. പിന്നെ പറയുന്നത് തന്നെ ആത്മനിയന്ത്രണമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ഒരു നിയന്ത്രണം, അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജാഗ്രത പുലർത്തണം. ഈ രാജാവിന് ജാഗ്രത വേണം. പ്രജ കടന്നുറങ്ങിയാലും രാജാവ് ജാഗ്രതയുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം. നമ്മൾ ഈ ഹൗവ അവർക്ക് അധികാരം ഉണ്ടായിരുന്നു, ആദത്തിന് അധികാരം ഉണ്ടായിരുന്നു, വാഴാൻ പറഞ്ഞിരുന്നതാണ്, രാജാവായിരുന്നു. അവരാ അധികാരം ഉപയോഗിക്കണമായിരുന്നു. അത് അവർ ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് എന്നാ പറ്റി? മുട്ടയും പാലും കഴിച്ചാൽ ശരീരത്തിലോട്ട് രക്തം വന്ന് മാംസമായി മാറുന്നത് പോലെ ഈ അധികാരം ഉപയോഗിക്കാതെ മറ്റവൻ്റെ പഴം പറിച്ച് തിന്നപ്പം സംഭവിച്ചത് ആ പഴത്തിലുണ്ടായിരുന്ന വിഷം അകത്തേക്ക് വരികയും അതിൻ്റെ ഉത്തരവാദിത്വം ആ മനുഷ്യനെ ഉണ്ടാക്കിയ ജീവനുണ്ടാക്കിയ ക്രിസ്തുവിൻ്റെ മേൽ വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലിരിക്കുന്നത് കൊണ്ട് ജീവൻ കൊടുത്തവൻ ഇതിന് ഉത്തരവാദിയായി. ജീവൻ കൊടുത്തവൻ ഉത്തരവാദിയായതുകൊണ്ട് അവൻ ജീവൻ കൊടുത്തതിനെ പിടിക്കേണ്ടിയും വന്നു. മുന്നോട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലതും പരമേൽപ്പിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, കേരളത്തിലുള്ള ഞങ്ങൾ ചില അറ്റവും മൂലയും ഒക്കെ മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി യോഗ്യമായി ഇതിൽ മുന്നോറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. വചനമായി മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളായി ഒന്നും കൂട്ടിച്ചേർക്കരുതേ. ഞങ്ങളുടെ അറിവുകളും ജ്ഞാനങ്ങളും ഇതിനകത്ത് കലക്കരുതേ. ഞങ്ങളുടെ പാണ്ഡിത്യം ഇതിനകത്ത് വെളിപ്പെടുവാൻ ഇടയാകരുതേ. കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ച് നിത്യതയോളം എത്തുവാൻ, കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാൻ അടിയനെയും കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.